ഹലോ, എന്താണെന്നറിയത്തില്ല, ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്ത വിശപ്പ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ തോന്നി. നോക്കിയപ്പോഴാണ് കിഴങ്ങ് ഉരുപ്പുണ്ട്, ബ്രെഡ് ഉരുപ്പുണ്ട്. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കരുതി. ഇതിനു മുമ്പ് ഏതുണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ 2 മുട്ട എടുത്ത് പുഴുങ്ങായിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കിഴങ്ങാണെങ്കിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജും ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒക്കെ അരിഞ്ഞ് വെച്ചതിന് അതോടെ 4 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലോട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഞെവിടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോൺഫ്ലോറിന്റെ പൊടിയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചൊരു മാവ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലേറ്റിലോട്ട് കുറച്ച് ഓയിൽ വരട്ടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് അതായത് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് നീളത്തിലത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് സൺഫ്ലവർ ഓയിലിൽ അതൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് തണുത്ത് പതിരിക്കാൻ ഞാൻ ഒരു ഡിഷിലോട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടയുടെ വെള്ളയും 2 വെളുത്തുള്ളിയും കുറച്ച് വിനാഗിരിയും ഉപ്പും ആവശ്യത്തിനുള്ള ഓയിലും വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പിന്നെ മുട്ട ഇന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കാനുള്ള. അതിനകത്തോട്ട് ആവശ്യമുള്ള ടൊമാറ്റോ സോസും മയോണൈസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ബ്രെഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.